നമസ്കാരം. തനിക്കെതിരെ നടക്കുന്ന അധിക്ഷേപ പ്രചാരണങ്ങളിൽ മറുപടിയുമായി നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി.ബി. മിനി. ദിലീപിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അഭിഭാഷകയുടെ വിമർശനം. എനിക്കെതിരെ ദിലീപും സംഘവും നടത്തുന്ന സൈബർ ആക്രമണവും കൊലവിളിയും ഞാൻ ശരിയായിരിക്കുന്നുവെന്ന് തെളിയിക്കുകയാണ്. തളരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് അഡ്വക്കേറ്റ് മിനി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. സമ്മിശ്ര പ്രതികരണമാണ് കമന്റായി പോസ്റ്റിന് താഴെ എത്തുന്നത്. അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരെത്തുന്നു. മുൻപ് ദിലീപ് റേപ്പ് ചെയ്താൽ കുഴപ്പമില്ലെന്ന് താൻ പറഞ്ഞതായി പ്രചാരണം നടക്കുന്നതിലും അവർ പ്രതികരിച്ചിരുന്നു. അങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ ഒരു സത്യവുമില്ല എന്നായിരുന്നു വിശദീകരണം. ഇത് സംബന്ധിച്ചും അവരുടെ കുറിപ്പ് ഇങ്ങനെ: പ്രിയ കൂട്ടുകാരെ, ചില ആളുകൾ ദിലീപ് റേപ്പ് ചെയ്താൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു സത്യവുമില്ല. ഇയാൾ ചെയ്ത തെറ്റിൻ്റെ ആഴവും അപമാനം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. സെന്റൻസ് അടർത്തിയെടുത്ത് അർമാദിക്കുന്നവരുടെ സഹതാപം മാത്രം. 12-ാം തീയതിക്ക് ശേഷം നമ്മൾ വിശദീകരിക്കും. റേപ്പ് തന്നെ ക്രൈമാണ്. കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിക്കുമ്പോൾ അത് ഡബിൾ റേപ്പാണ്. നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതാണ്. ഞാൻ തന്നെയാണ് ആ പെൺകുട്ടി എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. അതിലപ്പുറം എൻ്റെ സഹോദരിയാണെന്ന് കരുതി രാപ്പകലില്ലാതെ അവരുടെ നീതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന എന്നെ അപകീർത്തിപ്പെടുത്തുക അവരുടെ ലക്ഷ്യമാണ്. ഞാനതിൽ കുലുങ്ങില്ല. ക്രിമിനൽസിൻ്റെ അല്ല കേരള സമൂഹം എന്നുമാണ് അവരുടെ കുറിപ്പ്. 8 വർഷം അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കാൻ ₹1 പോലും താൻ കൈപ്പറ്റിയിട്ടില്ല എന്നായിരുന്നു നേരത്തെ മിനി വ്യക്തമാക്കിയിരുന്നത്. അതിജീവിതയല്ല, സർക്കാരാണ് ഇത്തരം കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കേണ്ടതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. വിധി വരുന്നതിന് മുൻപ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അവർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇരയായ പെൺകുട്ടിയെ കൊണ്ട് കാശ് ചെലവാക്കിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു എൻ്റെ നിലപാട്. അവർക്ക് വേണ്ടി ഗവൺമെൻറ് ചെയ്യണം. ഇത്തരത്തിൽ വലിയ അനീതിക്കിരയാകുന്നവരിൽ നിന്ന് പണം വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നായിരുന്നു മിനി ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്ത് ഇടാൻ പോലും കേരളത്തിലെ അഭിഭാഷകർ തയ്യാറായില്ല എന്നും അങ്ങനെയാണ് താൻ ഈ കേസ് ഏറ്റെടുത്തെന്നും അവർ വ്യക്തമാക്കി. പറവൂർ പീഡന കേസിലും സൂര്യനെല്ലി കേസിലും പെരുമ്പാവൂർ ജിഷ വധക്കേസിലും പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ടി.ബി. മിനിയായിരുന്നു. അതേസമയം കേസിൽ നടൻ ദിലീപിന്റെ വാദങ്ങളെ നിഷേധിച്ചുകൊണ്ട് ശക്തമായ തെളിവുകൾ നിരത്തി അപ്പീൽ നൽകാൻ ഒരുങ്ങിയാണ് പ്രോസിക്യൂഷൻ. കേസിൽ നിർണായകമാകുന്നതും ദിലീപിന്റെ നിരപരാധിത്വ വാദങ്ങളെ ചോദ്യം ചെയ്യുന്നതുമായ ഒട്ടേറെ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയുടെ മുന്നിൽ വെക്കുക. ഇവയുടെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ ചോദ്യം ചെയ്യാനും കേസിൽ നീതി ഉറപ്പാക്കാനുമാണ് പ്രോസിക്യൂഷന്റെ നീക്കം. അതിനിടെ അപ്പീൽ വാദത്തിൽ അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും എത്തിയേക്കും. ഇതിനുള്ള നിയമ നീക്കങ്ങൾ അതിജീവിത തുടങ്ങിക്കഴിഞ്ഞു. ദിലീപും 1-ാം പ്രതി പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം, സംഭവ ദിവസം ദിലീപിന്റെ ഫോൺ ഉപയോഗത്തിലുണ്ടായ അസ്വാഭാവികതകൾ, നിർണായക മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയെല്ലാം പ്രോസിക്യൂഷൻ അപ്പീലിൽ പ്രധാന വിഷയങ്ങളാക്കി ഉയർത്തും. സുനിയും ദിലീപും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ, ബന്ധം സ്ഥാപിക്കാൻ പൾസർ സുനിയും ദിലീപും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നെന്ന് സ്ഥാപിക്കുന്നതിലൂടെയാണ് പ്രോസിക്യൂഷൻ തങ്ങളുടെ വാദങ്ങൾ ആരംഭിക്കുന്നത്. സംഭവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിലെ ടെന്നീസ് അക്കാദമിയിലും സിനിമാ ലൊക്കേഷനിലുമായി സുനി ദിലീപിനോടൊപ്പം ഒരേ സമയത്ത് ഉണ്ടായിരുന്നതിന്റെ ഫോട്ടോയും തെളിവായി ഹാജരാക്കും. ദിലീപിന്റെ ക്യാരവന്റെ സമീപം പൾസർ സുനി നിൽക്കുന്ന ചിത്രവും പ്രോസിക്യൂഷന്റെ കൈവശമുണ്ട്. നേരിട്ട് പരിചയമില്ലെന്ന ദിലീപിന്റെ വാദത്തെ തകർക്കാൻ ഈ ചിത്രങ്ങളും നിർണായകമായേക്കും. നടിയെ തട്ടിക്കൊണ്ടുപോയ 2017 ഫെബ്രുവരി 17 ദിലീപിന്റെ ഫോൺ ഉപയോഗ രീതിയിലെ അസ്വാഭാവികതയും പ്രോസിക്യൂഷൻ എടുത്തു പറയും. സംഭവ ദിവസം രാവിലെ 11 സ്വിച്ച് ഓഫ് ചെയ്ത ദിലീപിന്റെ ഫോൺ പിന്നീട് ഓൺ ചെയ്യുന്നത് രാത്രി 9:30 നിർണായകമായ ഈ സമയദൈർഘ്യത്തിലെ ഫോൺ സ്വിച്ച് ഓഫ് നില ദിലീപിന്റെ അറിവോടുകൂടിയുള്ള നീക്കമാണോ എന്നും പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്യുന്നു. ഇതിനിടെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം രാത്രി 9 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമാണ്. നടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്തെ പൾസർ സുനിയുടെ ലൊക്കേഷനിലും അപ്പുണ്ണിയുടെ ഫോൺ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഡ്രൈവർ അപ്പുണ്ണിയുമായി ബന്ധപ്പെട്ട മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും ദിലീപ് മറ്റുള്ളവരെ വിളിക്കാൻ അപ്പുണ്ണിയുടെ ഫോൺ ഉപയോഗിച്ചതിൻ്റെ തെളിവുകളും പ്രോസിക്യൂഷൻ ആയുധമാക്കിയേക്കും.